ലൈബ്രറി കൗൺസിൽ മുനിസിപ്പൽ നേതൃസംഗമം കരുനാഗപ്പള്ളിയിൽ നടത്തി. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. അനുമോദനവും ഇതോടനുബന്ധിച്ച് നടത്തി. കരുനാഗപ്പള്ളി CS സുബ്രഹ്മണ്യൻ പൊറ്റി സ്മാരക ഗ്രന്ഥശാലയിലാണ് ലൈബ്രറി കൗൺസിൽ മുനിസിപ്പൽ നേതൃസംഗമം നടത്തിയത്. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. കൗൺസിലിന്റെ നിർദ്ദേശം അനുസരിച്ച് കുറെ പരിപാടി നടത്തിക്കളയാം എന്നുള്ള മനോഭാവം മാറിയിട്ട് പരിപാടി നടത്തിയവർ അത് ആസ്വദിച്ച് തങ്ങളുടെ ഒരു ദൗത്യമാണ് എന്ന് കരുതി അത് ആസ്വദിച്ച് ചെയ്യുന്ന ഒരു മനോഭാവം ഇത്തവണ ഉണ്ടായി. ഈ കരുനാഗപ്പള്ളി താലൂക്കിലെ ലൈബ്രറികൾ ഇനി എങ്ങനെയാണ് മാറേണ്ടതെന്ന് ചോദിച്ചാൽ ഈ നമ്മൾ ചെയ്യേണ്ടത് മറ്റുള്ളവർ ചെയ്യുന്നത് ഒരു 25 വർഷത്തിന് മുമ്പ് നിൽക്കുകയാണ്. നമ്മൾ ഇനി ഒരു ഈസ് ഓഫ് ഡൂയിങ് ഹാപ്പിനെസിന്റെ കേന്ദ്രങ്ങളായിട്ട് നമ്മുടെ ലൈബ്രറികൾ മാറും. അതാണ് നമ്മുടെ ലക്ഷ്യം. ഈ 2026 നമ്മുടെ വിഷൻ ആളുകൾ സന്തോഷത്തോടെ വന്നിരിക്കുന്ന ഒരിടമാക്കി നമ്മുടെ ഗ്രന്ഥശാലകളെ മാറ്റാൻ കഴിയുമോ? അതാണ് മാത്രമേ ഉള്ളൂ. കാരണം നമുക്ക് ലൈബ്രറികളിൽ നിന്ന് കൊടുക്കുന്ന വിജ്ഞാനത്തിന് പരിമിതിയുണ്ട്. നമ്മൾ കൊടുക്കുന്ന ഏത് വിജ്ഞാനത്തെക്കാൾ വളരെ പെട്ടെന്ന് സാങ്കേതിക സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് ആളുകൾ വിവരം അറിയുന്നുണ്ട്. ലൈബ്രറിയിൽ എത്താതെ തന്നെ പുസ്തകം വായിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഗ്രന്ഥശാല പ്രസിഡന്റ് അഡ്വക്കേറ്റ് N രാജൻപിള്ള അധ്യക്ഷത വഹിച്ചു. നേതൃസമിതി കൺവീനർ A സജീവ് സ്വാഗതം പറഞ്ഞു. ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം VP ജയപ്രകാശ് മേനോൻ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം സുരേഷ് വെട്ടുകാട്, സജിത തുടങ്ങിയവർ പങ്കെടുത്തു. ഫാത്തിമ താജുദ്ദീന്റെ കവിതകളടങ്ങിയ പുസ്തകം ഗ്രന്ഥശാലയ്ക്ക് വേണ്ടി ചടങ്ങിൽ ഏറ്റുവാങ്ങി. താലൂക്കിലെ മികച്ച ലൈബ്രറിയനായി തിരഞ്ഞെടുക്കപ്പെട്ട പുള്ളിമാൻ ഗ്രന്ഥശാലയിലെ കലയെ ചടങ്ങിൽ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.